അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മുഅല്ലിമിൻ്റെയും മുതഅല്ലിമിൻ്റെയും ആദാബുകൾ പറഞ്ഞ് അവസാനിച്ചു. ഇനി അടുത്ത ഫസൽ പറയുന്നത് ഇൽമിൻ്റെ ദുരന്തങ്ങളാണ്. നിങ്ങളൊക്കെ ഇന്നുവരെ അറിവിൻ്റെ ഗുണങ്ങളായിരിക്കും ഇന്നുവരെ കേട്ടിട്ടുണ്ടാവുക. ഇനി അറിവിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചാണ് പറയാൻ പോണത്. ഫി ആഫാത്തിൽ ഇൽമി വ ബയാനി അലാമാത്തി ഉലമാഇൽ ആഖിറ വ ഉലമാഇ സൂ. ഇൽമിൻ്റെ ആഫത്തുകളും ഉലമാ ഉൽ ആഖിറയുടെ അടയാളങ്ങൾ, ഉലമാ സൂഇൻ്റെ അടയാളങ്ങൾ. ആലിമി രണ്ട് തരമുണ്ട്. ഉഖ്റവിയായ ആലിമുണ്ട്, മോശപ്പെട്ട ആലിമുണ്ട്. രണ്ട് തരം ആലിമീങ്ങൾ. അതിൽ ഉലമാ ഉൽ ആഖിറ ഉഖ്റവിയ ആലിമീങ്ങൾക്ക് കുറേ അടയാളങ്ങളുണ്ട്. ഉലമാ ഉസ്സൂ മോശപ്പെട്ട ഉലമാ അവർക്ക് ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളുമാണ് ഈ ഫസലിൽ പറയുന്നത്. പൊതുവേ നമ്മൾ ഇൽമിൻ്റെയും ആലിമിൻ്റെയും ഒക്കെ ഫളായിലാണ് നമ്മൾ കൂടുതൽ കേൾക്കാറുള്ളത്. ഇവിടെ നേരെ തിരിച്ചഞ്ഞ് പറയാൻ പോണത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇൽമ് ശറയിൽ വലിയ പ്രകീർത്തിക്കപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ആ ഇൽമായി മാറുമ്പോഴാണ് അത് പ്രകീർത്തിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ അത്ര ദുരന്തമാകുന്ന മറ്റൊരു സാധനം അള്ളാഹുവിൻ്റെ ദുനിയാവിലുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമ ആലിമുൻ ലാ യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി. ഖിയാമത്ത് നാളിൽ ഏറ്റവും ശക്തമായ അദാബുള്ളവൻ ആലിമുൻ, ഒരു ആലിമാണ്. ലാ യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി. അങ്ങനത്തെ ആലിമ് തൻ്റെ ഇൽമു കൊണ്ട് അള്ളാഹു എനിക്കൊരു ഉപകാരം ചെയ്തിട്ടില്ല. ഇൽമു കൊണ്ടൊരു ഉപകാരമില്ലാത്ത ആലിം, ആ ആലിമാണ് ഖിയാമത്തിൽ ഏറ്റവും ശക്തമായ അദാബിന് അർഹനാകുന്നത് എന്നർത്ഥം. എത്ര ഗൗരവമുള്ള വാക്കാണെന്ന് ആലോചിക്കണം. ആലിം അങ്ങനെ രക്ഷപ്പെടുന്ന ആളൊന്നുമല്ല. കാരണം ആലിമ് ഇൽമുള്ളവനാണ്. ഓൻ ഓരോ സംഗതിക്കും ചോദ്യം നേരിടണം. ഒരു സാധുവായ മനുഷ്യൻ, ജാഹിലായ ഒരു മനുഷ്യൻ, അറിവില്ലാത്തൊരു മനുഷ്യന് ചിലതൊക്കെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞ് കഴിച്ചിലാകാൻ കഴിച്ചല്ലോ. ഇവൻ എന്താ കഴിച്ചിലാകാൻ പറ്റുക? ആലിം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇൽമു കൊണ്ട് ഉപകാരമില്ലാത്തൊരാലിം ഏറ്റവും ശക്തമായ അദാബുള്ളവനാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്ദാദ ഇൽമൻ വലം യസ്ദദ് ഹുദൻ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദൻ. അല്ലാഹുവേ, വളരെ ഗൗരവമുള്ള ഹദീസാണ്. മൻ ഇസ്ദാദ ഇൽമൻ, ഒരാൾക്ക് ഇൽമു കുറേ കൂടി, പക്ഷേ അതുകൊണ്ട് ഹിദായത്ത് കൂടില്ല. വലം യസ്ദദ് ഹുദൻ, അവന് ഹുദ കൂടിയില്ല. ഇൽമു കൂടുമ്പം ഒരാളെ ഹിദായത്ത് കൂടണം, സന്മാർഗം കൂടണം, ഒരാളെ നന്മ കൂടണം. അതുണ്ടാകണില്ല. ഇൽമു കൂടുന്നതിനനുസരിച്ച് കൊണ്ട് പിന്നെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ നാടുകളിലേക്ക് ഇറങ്ങിയ ഏറ്റവും വലിയ ഫിത്തനാരേക്കാരം മൂല്യന്മാർ. എനിക്കിത് പറയുന്നതിന് ഒരു പ്രയാസമില്ല. ഏറ്റവും വലിയ ഫിത്തനാര മൂല്യന്മാർ. മനിസ്ദാദ ഇൽമൻ വലം യസ്ദദ് ഹുദൻ, ഒരാൾക്ക് ഇൽമു കൂടി, അറിവൊക്കെ കുറേ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് സന്മാർഗം ഹുദാവിന് കൂടുന്നില്ല എങ്കിൽ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദൻ, അള്ളാഹുവിൽ നിന്ന് അവൻ അകലത്തിനെയല്ലാതെ കൂട്ടുകയില്ല. അവൻ ദിനം പ്രതി അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഓരോ കാര്യം പഠിക്കുമ്പോഴും അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കല്ല ചെയ്യുക, അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇൽമു മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ കാരണമായി തീരുന്നു. എന്തുകൊണ്ട്? അത് കേവലം അറിവ് മാത്രമായി പോയി. ആ ഇൽമു അവൻ്റെ ബോധതലത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവനതുകൊണ്ട് അമല് ചെയ്യുന്നില്ല. വാലും നീ അറിയണം, അന്നൽ ആലിമ ബിൽ ഖൗദി ഫിൽ ഇൽമി ഹുയിമ സലാമ. ഒരു ആലിമ് ഇൽമിൽ പ്രവേശിക്കലോടുകൂടി അവന് രക്ഷ തടയപ്പെടുമെന്ന. രക്ഷപ്പെടാൻ പിന്നെ ഭയങ്കര പണിയാണ്. ഇൽമിൻ്റെ മേഖലയ്ക്ക് ഇറങ്ങിയാൽ ഒന്നുകിൽ ഫഇമ്മൽ ഹലാക്ക്, ഒന്നുകിൽ നശീകരണം, വഇമ്മ സഅദത്തുൽ അബദിയ, അല്ലെങ്കിൽ ശാശ്വത വിജയം. രണ്ടാലൊന്നും ഉറപ്പാണ്. ഇൽമിൻ്റെ ഹക്ക് പ്രകാരം ഇൽമിനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ ശാശ്വതമായ വിജയമാണ്, അല്ലെങ്കിലോ തനി ഹലാക്കാണ്. ഖാദൽ ഖലീൽ ഇബ്നു അഹ്മദ്, ഇമാം ഖലീൽ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യന്മാർ 4 തരമുണ്ട്. ആളുകളെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുമ്പം ആളുകൾ പലതരക്കാരായിരിക്കും. 4 തരം ആളുകൾ. റജുലുൻ യദിരി വ യദിരി അന്നഹു യദിരി. ഒരു മനുഷ്യന് അറിവുണ്ട്, അവന് അറിവുണ്ടെന്ന ബോധവുമുണ്ട്. അങ്ങനത്തെ ഒരാൾ അറിവുള്ളയാളാണ്. അറിവെന്ന ബോധം, ഞാനൊരു അറിവുള്ള ആളാണെന്നുള്ള ബോധം. ഞാനൊരു അറിവുള്ള ആളാണെന്നുള്ള അഹങ്കാരത്തിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, അത് വേറെ അപകടം ചെയ്യും. ഒരു ബോധം ഉണ്ടാവുക, ആ വിവരം അറിയുന്ന ഒരാൾ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്കത് ചേരൂല എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങളെപ്പറ്റി പറയല്ലോ. ആ പണിയെടുക്കൽ എനിക്ക് ചേർന്നതല്ല, അതൊരു ബോധത്തിൽ നിന്ന് പറയണതാണ്.
അപ്പം ഇൽമുണ്ടാവുക, ആ ബോധം ഉണ്ടാവുക. അവൻ ഫദാലിക ആലിമുൻ ഫത്തബിഉഹു, അയാളാണ് ആലിം, അയാളുടെ പിൻപറ്റാം, അത്തരം ആലിമുകളുടെ പിൻപറ്റാം. എന്നാൽ റജുലുൻ എതിരി, അറിവുണ്ട് പക്ഷേ വല എതിരി അന്നഹു എതിരി, തനിക്ക് അറിവുണ്ടെന്ന ബോധമില്ല. അറിവൊക്കെ നല്ലവനുണ്ട്, ആ ബോധമല്ലാതെ. കൂടുതൽ ആൾക്കാർ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുക. ഫദാലിക നാഇമൻ ഫൈഖദുഹു, അങ്ങനത്തെ ഉറങ്ങണ ആളാണ്, ഓനൊന്ന് ഉണർത്തിയാൽ മതി, ഓനോട് ചെറിയ ബോധം കൊടുത്താൽ മതി. എടാ എനിക്ക് ഓർമ്മല്ലേ, അയ്യ പഠിച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ആ ശരി, അപ്പോൾ ഓർമ്മ വന്ന്. ബോധമില്ലാത്ത കുഴപ്പമല്ല, അറിയാത്ത കുഴപ്പമില്ല. അത്തരം ആളുകളെ ഉറക്കിൽ നിന്ന് അല്പം ഒന്ന് ഉണർത്തിയാൽ മതി. എന്നാൽ മൂന്നാമത്തെ വിഭാഗമുണ്ട്, റജുലുൻ ലാ യദ്രി വ യദ്രി അന്നഹു ലാ യദ്രി, അറിവില്ല എന്ന് ഓൽക്കറിയാം. നല്ല മനുഷ്യന്മാരാണ് ഓല്, അത് മനസ്സിലാക്കുന്നുണ്ട്. ഓല നല്ല മനുഷ്യന്മാർ. വിവരമില്ല എന്ന് ഓൽക്കറിയാം. എനിക്ക് വിവരമില്ല എന്ന വിവരമുണ്ട്. ഫദാലിക മുസ്തർഷിദുൻ ഫഅല്ലിമുഹു, അയാൾ സന്മാർഗം തേടുന്നയാളാണ്, അയാളെ നിങ്ങൾ പഠിപ്പിച്ചോളി. അങ്ങനത്തെ പോലെ പഠിപ്പിച്ച കാര്യം ഉണ്ടാവും. അല്ല ഞാൻ ഒക്കെ അറിയും, എനിക്കറിയാത്തൊന്നുമില്ല, ഇങ്ങനെ ചിന്തിക്കണമെന്നെ പഠിപ്പിക്കാൻ കഴിയൂല. അപ്പം അറിവില്ലെന്ന ബോധമുണ്ട്. ഓക്കെ, അയാൾ മുസ്തർഷിദാണ്, അയാളെ പഠിപ്പിച്ചോളൂ. വേറൊന്നുണ്ട്, റജുലുൻ ലാ യദ്രി വലാ യദ്രി അന്നഹു ലാ യദ്രി, അറിയില്ല, ഒരു വസ്തു അറിയില്ല, എന്നാൽ ഓൻ്റെ കണക്കിന് ഒക്കെ അറിയാം. എനിക്ക് അറിവില്ല എന്നും അറിയില്ല. എന്ത് ശല്യക്കാരൻ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട്. ഒക്കെ ഓനറിയും, ഒക്കെ അറിയണവൻ്റെ മാതിരിക്കാരോ, അങ്ങോട്ട് പിന്നെ കട്ടകാലത്തിലും പോയി ചാടും. ഫദാലിക ജാഹിലുൻ, അയാൾ തനി വിഡ്ഢിയാണ്. ഫഹദർ ഓനെ കരുതി കളി. ഓനെ നന്നാക്കാനൊക്കെ വലിയ പ്രയാസക്കാരൻ അങ്ങനത്തെ ആൾക്കാരെ. ഒന്നും അറിയില്ല, എന്താ കാട്ടു പിന്നെ. അത്തരം ആളുകളെ നന്നാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നാവില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇൽമിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിയും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാമെന്നല്ലാതെ അതൊന്നും ശരിക്കും അറിവ് പോലും ആവില്ല. ചില കാര്യങ്ങൾ നമുക്ക് നേരാമണ്ണം അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല, എന്തോ ഇടുന്നൊക്കെ കേട്ടാണ്, എന്നിട്ട് അത് വെച്ചിട്ട് ഭയങ്കര അറിവ് വരച്ചെടുക്കും നമ്മൾ. എത്ര വലിയ വിഡ്ഢിത്താണ് ഇതൊക്കെയെന്ന് അറിയുള്ളൂ. അപ്പം അറിവുണ്ടാവൽ വലിയ കിട്ടില്ല. എന്നാൽ എന്താ വെച്ചാൽ എല്ലാവരിൽ നിന്നും പഠിക്കുക. അപ്പോൾ എല്ലാം പഠിക്കാൻ തയ്യാറാവും, ആരിൽ നിന്നും അവൻ കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ ഇങ്ങനെ 4 തരം ആളുകൾ, ഞാൻ ആവർത്തിക്കുന്നില്ല, ഈ വോയിസ് ദൈർഘ്യം പറയുന്നതുകൊണ്ട്. വഖാല സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, യഖ്തിഫുൽ ഇൽമു ബിൽ അമൽ, ഇൽമ് ഇങ്ങനെ വിളിച്ചു പറയും, അമലുകൊണ്ട് വിളിച്ചു പറയും. അമലെവിടെ എന്നിങ്ങനെ ഇൽമ് വിളിച്ചു പറയുന്ന. ഇൽമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൽമുണ്ട്, ഒന്നും ചെയ്യണില്ല, ഒരു കാര്യം പഠിച്ചാൽ അത് അമൽ ചെയ്യണം, അതില്ല, വെറും ഇൽമ് മാത്രം. അപ്പോൾ ഇൽമ് കിടന്ന് ഇങ്ങനെ അട്ടഹസിക്കാരെന്ന, എൻ്റെ അമലെവിടെ പോയി. ഫൈൻ നജാബഹു, അങ്ങനെ അമൽ അങ്ങോട്ട് ഉത്തരം ചെയ്യാൻ അമൽ വന്നാൽ ഓക്കെ, ഇൽമു നിലക്കും. വൈലർത്തഹൽ, അല്ലെങ്കിൽ ഇൽമു പോണേക്ക് പോകും, ഇൽമു യാത്ര പോകും. ഒരാളിൽ ഇൽമു നിൽക്കുന്നത് എന്തിനാണ്? അയാളത് കർമ്മം ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കർമ്മം എവിടെ, അമലെവിടെ എന്ന് ഇൽമിങ്ങനെ വിളിച്ചു ചോദിക്കുന്ന. അപ്പോൾ അമലുണ്ടെങ്കിൽ ഒക്കെ, ഇല്ലെങ്കിൽ ഇൽമു പോകും. അതാണ് പിന്നെ ഒരു ഹദീസിൽ കാണാം, പിന്നെ ഒരു അറിയുന്ന കാര്യം ഒരാൾ പ്രവർത്തിച്ചാൽ അറിയാത്ത കാര്യം അള്ളാഹു വീണ്ടും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും. നേരെ മറിച്ച് അറിയണ കാര്യമൊന്നും ചെയ്യണില്ല, ഓനെങ്ങനെ മറന്നുപോയിക്കൊണ്ടേയിരിക്കും. നോക്കൂ, അള്ളാഹു പറയുന്നു, വഖാല തആല വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്താൻ ഫകാന മിനൽ ഗാവീൻ. സൂറത്തുൽ അറാഫിൽ ബൽആം ഇബ്നു ബഅൂറ എന്നയാളെക്കുറിച്ച് പറഞ്ഞ ഭാഗമാണത്. നിങ്ങൾ നബിയെ തങ്ങൾ അവരോട് ഓതിക്കൊടുക്കണം, നബഅ അല്ലദീ ആതൈനാഹു ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കൊടുത്ത, നമ്മുടെ ഇൽമു കൊടുത്ത ഒരാളെക്കുറിച്ച്. എന്നിട്ട് അതിൽ നാമെല്ലാം ഊരിപ്പോയി. ഫൻസലഖ മിൻഹ, അവൻ ആ ഇൽമിൽ നിന്നുമെല്ലാം ഊരിപ്പോയി. നാം എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ബൽആം ഏറ്റവും വലിയ ആലിമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിൽ. പലതും പഠിപ്പിച്ചു കൊടുത്തു, പക്ഷേ ഇൽമനുസരിച്ചല്ല ജീവിച്ചത്. നേരത്തെ പറഞ്ഞ റജുലുൻ യദ്രി, പക്ഷേ ലാ യദ്രി അന്നഹു യദ്രി, അതാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. ഇങ്ങോട്ട് ആയത്തിൻ്റെ വാക്യം എന്താ? ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. അപ്പോൾ ശൈത്താൻ അവൻ്റെ കൂടെ കൂടി അവൻ പേച്ചവനായി മാറി. ഇതാണ് വലിയ വിഷയം. നോക്കുക, ഉലമാഉൽ ആഖിറ. ആരാണ് ഉലമാഉൽ ആഖിറ? വളരെ ചുരുക്കിയിട്ട് അവിടെ പറയുന്നത്. ഉലമാഉൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന ലാ യഅ്കുലൂന ദുന്യാ ബിദ്ദീൻ, ദീൻ വിറ്റുകൊണ്ട് ദുന്യാവ് തിന്നാത്ത ആൾക്കാർ. ഒറ്റ വാക്ക് പറഞ്ഞാൽ അതാണ് ഉലമാഉൽ ആഖിറ. തൻ്റെ ദീനിനെ ധനസമ്പാദനത്തിനുള്ള വഴിയാക്കി അവൻ മാറ്റൂല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല.
ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ കിട്ടും. ഞാനൊരു ഉദാഹരണം ആരെപ്പറ്റി ഞാൻ പറയാൻ നിൽക്കണില്ല. ഉദാഹരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ദീൻ തൻ്റെ ദുന്യാവിന് വേണ്ടി വിൽക്കപ്പെടുന്ന സാധനമായി മാറാൻ പാടില്ല. ഒരു ആലിമുൽ ആഖിറയാണെങ്കിൽ, ഉഖറവിയായ ആലിമാണെങ്കിൽ, അവൻ തൻ്റെ ദീൻ വിറ്റുകൊണ്ട് ദുന്യാവ് വാങ്ങൂല. വലാ യബീഉനൽ ആഖിറത ബിദ്ദുന്യ, ദുന്യാവിന് പകരം ആഖിറം വിൽക്കുകയില്ല. ആഖിറം വിറ്റ് ദുന്യാവിൽ വാങ്ങൂല. ദുന്യാവിനെ ഒഴിവാക്കുള്ളൂ, ആഖിറത്തിനെ ഒഴിവാക്കൂല. എന്തുകൊണ്ട്? ഉൽക്കറ ലിമാ അലിമു മിൻ ഇസ്സിൽ ആഖിറതി വദുല്ലി ദുന്യ, ആഖിറം പ്രതാപമുള്ളതാണെന്നും ദുന്യാവ് നിന്യമാണെന്നും അവർക്ക് അറിയുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യൂല. അപ്പം വമല്ലം അലം മുലാദത്ത ദുന്യ മഅൽ ആഖിറ, ദുന്യാവും ആഖിറും തമ്മിൽ പരസ്പരം ലിദ്ദാണ്, എതിരാണ്, തമ്മിൽ ഒക്കൂല. ദുന്യാവും ആഖിറും പരസ്പരം യോജിച്ച് നിൽക്കുന്ന സാധനമല്ല. ഈ ബോധം ഒരാൾക്ക് അറിയില്ലെങ്കിൽ അവന് ഉലമാവിൽ പെടൂല. ആലിമിനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അറിവ് ദുന്യാവും ആഖിറും രണ്ടാണെന്നുള്ളതാണ്. അത് രണ്ടും എതിരാണ്. ഈ രണ്ടും പാടെ ഒരാൾക്ക് നേരായി കിട്ടലൊക്കെ വളരെ അപൂർവം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം രണ്ടും പരസ്പരം പൂരകങ്ങളല്ല, പരസ്പരം എതിരാണ്. അതാണ് വിഷയം. ഒമൻ അങ്കറദാലിക്ക്, അതൊരാൾ നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് അങ്കറമാദല്ലാലിഹിൽ ഖുർആൻ വൽ അഖ്ബാർ വ ജമീഉൽ കുതുബിൽ മുനസ്സല, ഖുർആനും ഹദീസും മുൻകഴിഞ്ഞ കിതാബുകളും ഒക്കെ പറഞ്ഞ കാര്യം നിഷേധിക്കുന്നവനായിട്ട് മാറും. എല്ലാ അമ്പിയാക്കന്മാരെയും വാക്ക് നിഷേധിക്കുന്നവനാകും. കാരണം എല്ലാവരും പറഞ്ഞത് അതാണ്, ദുന്യാവും ആഖിറും ഒരുപോലെയല്ല, അത് സമമല്ല. അപ്പോൾ ഇതൊക്കെ ഒരാൾക്ക് ബോധമുണ്ടെങ്കിൽ, വമൻ അലിമദാലിക്ക വലം യഅമൽ ബിഹി, അപ്പോൾ ഇതൊക്കെ അറിയും പക്ഷേ അമൽ ചെയ്യണില്ല, ഫഹുവ അസീറു ശൈത്താൻ, അവൻ പിശാചിൻ്റെ ബന്ധനസ്ഥനാണ്. പിശാച് അവനെ കെട്ടിയിട്ടിരിക്കുന്നു, അവൻ പിശാചിൻ്റെ തടവറയിലാണ്. അപ്പം ഇതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞത്. ദുന്യാവ് ആഖിറും ഒന്നല്ല, ആഖിറം വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, ഈ ബോധമാണ് ഏറ്റവും വലിയ ബോധം. ആ ഇൽമാണ് ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ് ഒരാൾക്ക് ഉണ്ടാകണില്ലെങ്കിൽ അവൻ പിശാചിൻ്റെ തടവറയിലാണ്. അവൻ്റെ വിചാരങ്ങൾ അവനെ നശിപ്പിച്ചിരിക്കുന്നു, അവൻ്റെ പരാജയം അവനെ അതിജയിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ പിന്നെ ഉലമാവിൻ്റെ കൂട്ടത്തിലൊന്നും ഓനെ എണ്ണാൻ പറ്റൂല. വലിയ എലുമുള്ള ആളായിട്ടും കാര്യമില്ല, ഏതെങ്കിലും പരീക്ഷയിൽ റാങ്ക് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ അടിസ്ഥാന വിഷയം ഈ ബോധമാണ്. അത് ഏറ്റവും വലിയ കാര്യം അതാണ്. വഖാല ഫി മുനാജാത്തി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുനാജാത്തിലുണ്ട്. അള്ളാഹുമായിട്ട് ദാവൂദ് നബിയുടെ മുനാജാത്ത്, ഇതിൻ്റെ ഭാഗം പറയണം. ആ തദ്രി, നിനക്കറിയുമോ മാ അസ്നഉ ബിൽ ആലിം ഇദാ ആസറ ശഹവതഹു അലാ മഹബ്ബത്തി. അള്ളാഹു ദാവൂദ് നബിയോട് ചോദിക്കുകയാണ്, ഒരു ആലിമിനെ ഞാനെന്താ ചെയ്യാമെന്ന് എനിക്കറിയോ? അവൻ്റെ വികാരം എൻ്റെ മഹബത്തിനേക്കാൾ അവൻ തിരഞ്ഞെടുത്താൽ. ഒരു ആലിം എന്ത് ചെയ്യുന്നു? അവൻ്റെ വിചാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് എന്നോടുള്ള മഹബത്ത് മാറ്റിവെച്ച് അള്ളാഹു ചോദിക്കുകയാണ്, എൻ്റെ മഹബത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ആലിം എൻ്റെ മഹബത്തിനെ മാറ്റിവെച്ച് അവൻ്റെ വിചാരങ്ങൾക്ക് വിധേയപ്പെട്ട ഞാൻ എന്താ അവനെ ചെയ്യാമെന്നറിയോ? അത് നിനക്കറിയുമോ? ഞാൻ ചെയ്യുക അൻ അഹരിമഹു ലദീദ മുനാജാത്തി യാ ദാവൂദ്, ദാവൂദെ എന്നോടുള്ള മുനാജാത്തിൻ്റെ രസം ഞാൻ അവന് തടയും. നോക്കൂ, ഒരു മനുഷ്യനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. ഒരു പക്ഷേ നമുക്ക് അത്തരം അനുഭൂതി നുകരാനൊരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അനുഭൂതിയായിരിക്കും. അപ്പം സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആനന്ദമായിരിക്കും. എന്തുകൊണ്ടാണ്? ഇഷ്ടമുണ്ടായിട്ടാണ്. ചിലർക്ക് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഇഷ്ടമുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഭയങ്കര താല്പര്യമാണ്. ഏറ്റവും അധികം ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കും. അപ്പം സ്വർഗത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്താ? അള്ളാഹിനെ കാണുക എന്നുള്ളത്. അള്ളാഹിനെ കണ്ട് അള്ളാഹിൻ്റെ സമീപത്ത് നിൽക്കുമ്പം സ്വർഗവും സ്വർഗത്തിന് അനുഗ്രഹവും വരെ മനുഷ്യൻ മറന്നു പോകുന്നതാണ്. അതിനൊക്കെ മറന്നു പോകുന്ന അത്രയും പെർഫെക്റ്റായിട്ടുള്ള അനുഭൂതിയുടെ തലത്തിൻ്റെ ഏറ്റവും അതിൻ്റെ വിധാനത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്. ഇത് ഏറ്റവും വലിയ രസമാണ്. ആ രസം ഞാൻ അവന് തടയും. അള്ളാഹു തആല ദാവൂദ് നബിയോട് പറയണം. അതാ ഔലിയാക്കളൊക്കെ ആ രസം അനുഭവിച്ചോലായിരിക്കും. ആ രസം ഓൽക്ക് നമുക്കിപ്പോൾ അത് പറയാൻ കഴിയൂല. ദാവൂദ് നബിയെ, യാ ദാവൂദ് ലാ തസ്അലന്ന അന്നി, എന്നെ തൊട്ട് നീ എന്നെ പറ്റി ചോദിക്കരുത്. ആലിമൻ ഖദ് അസ്കറതഹു ദുന്യാ, ദുന്യാവിൻ്റെ ലഹരി ബാധിച്ച ഒരു ആലിമിനോട് നീ എന്നെപ്പറ്റി ചോദിക്കരുത്. ദാവൂദ് നബിയോട് അള്ളാഹു തആല പറയാം, എന്നെക്കുറിച്ച് പഠിക്കാൻ നീ ആരോട് ചോദിക്കരുത്? ദുന്യാവിൻ്റെ ലഹരി ബാധിച്ച ആലിമിനെ നീ സമീപിക്കരുത്. ഫയസുദ്ദക അൻ ത്വരീഖി മഹബ്ബത്തി, അവൻ എൻ്റെ മഹബത്തിൻ്റെ വഴി നിനക്ക് തടയും. കാരണം അവൻ ദുന്യാവിൻ്റെ ലഹുവിലാണ്.
അവൻ ദുന്യാവിലേക്ക് മാത്രമേ നിന്നെ കൊണ്ടുപോവുകയുള്ളൂ. എന്നോടുള്ള മഹബത്തല്ല അവനുണ്ടാവുക. അവൻ ദുന്യാവിൻ്റെ ലഹരിയിലാണ്. അവൻ്റെ കയ്യിൽ അതേ ഉണ്ടാവുള്ളൂ. ആ ദുന്യാവിൻ്റെ ലഹരിയിലേക്ക് മാത്രമേ നിന്നെയും കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഉലായിക്ക ഖുത്താഉ ത്വരീഖ ഇബാദി, എൻ്റെ അടിമകളുടെ വഴിമുടക്കികളാകുന്നു അവർ. എൻ്റെ അടിമകൾക്ക് സ്വർഗത്തിലേക്കുള്ള എന്നിലേക്കുള്ള പാതയിൽ വഴിമുടക്കികളായി നിൽക്കുന്നവരാണ് അത്തരം ആലിമീങ്ങൾ എന്ന്. യാ ദാവൂദ് ദാവൂദെ ഇദാ റഅയ്ത താലിബൻ ഫകുൻ ലഹു ഖാദിമൻ, ഒരു വിദ്യാർത്ഥിയെ നീ കണ്ടാൽ ആ വിദ്യാർത്ഥിക്ക് നീ ഖാദിമാവണം. അള്ളാഹുവിൻ്റെ ഇൽമ് തേടുന്ന ഒരാൾ, ഈ പറഞ്ഞ സിഫത്തൊക്കെ ആൾക്കാരായിരിക്കുമല്ലോ, അങ്ങനത്തെവരെ കണ്ടാൽ നീ അവനെ ഖാദിമാവണം. ദാവൂദെ മൻ റദ്ദ ഇലയ്യ ഹാരിബൻ കതബ്തുഹു ഷഹീദ, എന്നിലേക്കൊരാൾ ഓടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഷഹീദായിട്ട് എഴുതും. എന്നിലേക്കാണ് ഒരാൾ ഓടി വരികയാണ് എന്നിലേക്ക്, സാങ്കല്പികമായ പ്രയോഗങ്ങളാണ് ഇതൊക്കെ, ഞാൻ അവനെ ശുഹദാക്കളെ കൂട്ടത്തിൽപ്പെടുത്തും. ഞാൻ ഒരാളെ ഷഹീദായിട്ട് എഴുതി കഴിഞ്ഞാൽ ല മുഅദ്ദിബുഹു ബിന്നാരി അബദ, ഒരിക്കലും തീ കൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കുകയില്ല, നരകത്തിൽ കടത്തുകയില്ല. ഷഹീദായി കഴിഞ്ഞാൽ അവനെ നരകത്തിൽ കടത്തൂല. എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് എന്നിലേക്ക് ഓടി അടുക്കുന്നവൻ, അവനെ ഞാൻ ഷഹീദായിട്ട് പരിഗണിക്കും. ഇതേപോലെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു ഇങ്ങനെ, വകദാലിക ഖാലുൽ ഹസൻ ഉഖൂബത്തുൽ ഉലമായി മൗത്തുൽ ഖൽബ്, ഒരു ആലിമിനേക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ കൽബ് മരിക്കല. കൽബ് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മൗത്തുൽ കൽബ് പറഞ്ഞാൽ തൊലബു ദുന്യാ ബി അമലിൽ ആഖിറ, ആഖിറത്തിൽ അമൽ ചെയ്തിട്ട് ദുന്യാവ് തേടുക. പടച്ച റബ്ബേ, എത്ര ഗൗരവമുള്ള വാക്കുകൾ. ആഖിറത്തിൻ്റെ അമൽ ചെയ്ത് ദുന്യാവ് തേടുക. എല്ലാം ഭയങ്കര നിസ്കാരവും നോമ്പും സക്കാത്തും എന്തൊക്കെയാണ്, ദിക്റും ദുആവും പിന്നെ ഇസ്ലാമിക വേഷവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എന്തിനാണ് ഇതൊക്കെ? ദുന്യാവ് കിട്ടാൻ. എങ്കിൽ അതിൻ്റെ പേരാണ് ഹൃദയം ചത്തുപോവുക എന്ന് പറയുന്നത്. ഈ മൗത്തുൽ കൽബാണ് ഒരു ആലിമിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരാലിമിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ അവൻ്റെ ഹൃദയം മരിച്ചു പോകുന്നത്. എന്താ ഹൃദയം മരിച്ചു പറഞ്ഞാൽ? ദുന്യാവ് ഇങ്ങനെ ഉണ്ടാക്കുക, ആ ചിന്ത മാത്രം. അതന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറയുന്നുണ്ട്. വഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദാ റഅയ്തുമുൽ ആലിമ മുഹിബ്ബൻ ലിദ്ദുന്യ, ഒരു ആലിം ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നത് കണ്ടാൽ ഫത്തഹിമുഹു അലാ ദീനിക്കും, നിങ്ങളെ ദീനിൻ്റെ പേരിൽ അവരെ നിങ്ങൾ തെറ്റിദ്ധരിക്കണം. അവനെ വിശ്വസിക്കാൻ പാടില്ല, അവിശ്വസിക്കണം അവനെ. ദീൻ അവൻ്റെ അടുക്കൽ സുരക്ഷിതമല്ല. കാന ഫൈന്ന കുല്ല മുഹിബ്ബിൻ യഖൂദു ഫീമാ അഹബ്ബ, ഇഷ്ടമുള്ള ഏതൊരാളും ഇഷ്ടമുള്ളതിൽ വന്ന് പ്രവേശിക്കും. നമുക്കൊരു വസ്തുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ളതിനെ പ്രാപിക്കാൻ ശ്രമിക്കും, അതാ പ്രശ്നം. അപ്പോൾ ഒരു ആലിമിന് ദുന്യാവിനോടാണ് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ദുന്യാവിനെ പ്രാപിക്കും. അള്ളാഹിനോടാണ് ഇഷ്ടം, അപ്പോൾ അള്ളാഹിനെ പ്രാപിക്കും. റസൂലിനോട്, അപ്പോൾ റസൂലിനെ പ്രാപിക്കും. ഇഷ്ടമുള്ളതിനെ പ്രാപിക്കാൻ ഓരോരുത്തരും ശ്രമിക്കും. അപ്പോൾ ഒരു ആലിം ദുന്യാവിനോട് മാത്രം ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവൻ ദുന്യാവിനെ പ്രാപിക്കും. ഒരിക്കലും അവൻ്റെ അടുക്കൽ ദീൻ രക്ഷപ്പെടുകയില്ല. യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു ഉലമാഉ ദുന്യയോട് പറയുമായിരുന്നു, ഉലമാഉ ദുന്യ, ഉലമാഉൽ ആഖിറ അല്ലാത്ത ആൾക്കാർക്ക് ഉലമാഉ ദുന്യ, ദുന്യാവിൻ്റെ പണ്ഡിതന്മാർ എന്ന് പറയും. അവരെപ്പറ്റി യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയണം, യാ അസ്ഹാബൽ ഇൽമ്, ഓഹോ ഇൽമിൻ്റെ ആൾക്കാരെ, ഖുസൂറുക്കും ഖൈസരിയ, നിങ്ങളുടെ കൊട്ടാരങ്ങൾ കൈസറിൻ്റെ കൊട്ടാരമാണ്. നിങ്ങളെ വീടുകൾ കിസ്റവിയത്തിന്, അത് കിസ്റയുടെ വീടാണ്. കിസ്റ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിരിക്കും. കൈസർ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. കിസ്റ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. അസ്വാബുക്കും ലാഹിരിയ, നിങ്ങളെ വസ്ത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ്. നിങ്ങളെ ചെരുപ്പുകൾ, നിങ്ങളെ കാലുറകൾ അത് ജാലൂത്തിയത്താണ്, ജാലൂത്തിൻ്റേതാണ്. ഖത്തല ദാവൂദ് ജാലൂത്ത എന്ന് പറഞ്ഞല്ലോ. ജാലൂത്ത് വലിയ രാജാവായിരുന്നു ബനൂ ഇസ്രായേലിലെ. മറാക്കിബുക്കും ഖാറൂനിയ, നിങ്ങളെ വാഹനങ്ങൾ ഖാറൂൻ്റേതാകുന്നു. നിങ്ങളെ പാത്രങ്ങൾ ഫിരൗനിൻ്റേതാകുന്നു. പിന്നെ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ജാഹിലിയ ആഘോഷങ്ങളാകുന്നു. നിങ്ങളെ വിശ്വാസങ്ങളും നിങ്ങളെ രീതികളും ശൈത്താനിയാകുന്നു. ഫൈന ശരീഅത്തുൽ മുഹമ്മദിയ, പിന്നെ ശരീഅത്തുൽ മുഹമ്മദിയ എവിടെ കിടക്കുന്നു എന്ന്. വളരെ പിന്നെ അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മുടെ വീടുകൾ വളരെ കൊട്ടാരങ്ങളാണ്. നമ്മുടെ പിന്നെ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ്. നമുക്ക് നമ്മുടെ വാഹനങ്ങൾ ഏറ്റവും ഫിരൗൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ്, ഖാറൂനാണ്. ഫിരൗൻ്റെയും ഖാറൂൻ്റെയും ജാലൂത്തിൻ്റെയും ഒക്കെ പാരമ്പര്യങ്ങളാണ് നിങ്ങൾ പലപ്പോഴും പിൻപറ്റുന്നത്. പിന്നെ ഇവിടെ പിന്നെ ഇസ്ലാം ദീന്. എന്നിട്ട് അദ്ദേഹം പാട്ടുപാടാണ്, വറാഇശാത്തി യഹ്മിദ് ഇബ അൻഹ ഫകൈഫ ഇദ റുആതു ലഹാദി അബൂ. വറാഇശാത്തി, ആടിനെ മേക്കുന്നവൻ, യഹ്മിദ് ഇബ അൻഹ, ആ ആടിനെ തൊട്ട് ചെന്നായെ സൂക്ഷിക്കും. ഒരു വലിയ ആട്ടുപറ്റത്തെ സംരക്ഷിക്കുന്ന ഒരാൾ, നോക്കി നടത്തുന്ന ഒരാൾ ആ ആട്ടുംകൂട്ടത്തിലേക്ക് ചെന്നായ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഫകൈഫ ഇദ റുആതു ലഹാദി അബൂ,
ഈ ആടുകളുടെ മേക്കുകാരൻ തന്നെ ചെന്നായ്ക്കളായി മാറിയാൽ എന്തു ചെയ്യും? ചെന്നായ്ക്കളെ തന്നെ ആടിനെ നോക്കാൻ ഏൽപ്പിച്ചാൽ എന്താ കാട്ടുക? ആടിനെ മേക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട ഒന്ന് ചെന്നായി വരുന്നുണ്ടോ എന്നതാണ്. പക്ഷെ ചെന്നായിനെ തന്നെ ആടിനെ നോക്കാൻ ഏൽപ്പിച്ചത് അപ്പോൾ എന്താ കാട്ടുക? ഇതേ അവസ്ഥ. ആലിമാണ് എന്ത് ചെയ്യേണ്ടത്? ആളുകളിലേക്ക് ദുന്യാവിൻ്റെ സ്നേഹവും പിശാചും കടന്നു വരുന്നതിനെ സൂക്ഷിക്കേണ്ട ആളാണ് ആലിം. ആലിമിൻ്റെ അടുത്ത് തന്നെ അതാളുള്ളത്. പിന്നെന്താ കാട്ടുക? നോക്കൂ, എത്ര അർത്ഥവത്തായ ബൈത്താണ്. മറ്റൊരു ബൈത്തിൽ യാ മഅ്ശറൽ ഖുറാഇ യാ മിൽഹൽ ബലദ് മാ യസ്ലഹുൽ മിൽഹു ഇദൽ മിൽഹു ഫസദ്. യാ മഅ്ശറൽ ഖുറാ, ആലിമീങ്ങളെ, ഖാരിയങ്ങളെ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ എന്നർത്ഥം. യാ മിൽഹൽ ബലദ്, നാടിൻ്റെ ഉപ്പുകളെ. ഉപ്പ് നമ്മൾ സാധാരണ ഭക്ഷണം നേരെയാകാനും ഭക്ഷണം രുചി ഉണ്ടാകാനും ഉപ്പ് ഉപയോഗിക്കുക. ആലിം ആ നാട്ടിൻ്റെ ഉപ്പാണ്. എല്ലായിടത്തും ആലിം വേണം, എന്നെങ്കിലേ കാര്യങ്ങൾ നേരെയാവുള്ളൂ. പക്ഷേ മാ യസ്ലഹുൽ മിൽഹു, ഉപ്പ് നന്നാക്കുകയില്ലല്ലോ. ഇതൽ മിൽഹു ഫസദ്, ഉപ്പ് തന്നെ ഫസാദായി കഴിഞ്ഞാൽ. ഉപ്പ് കേടെന്നാൽ പിന്നെങ്ങനെ ഉപ്പോട് എന്തെങ്കിലും സാധനം കേട് വരുന്നതിന് പകരം നമ്മൾ ഉപ്പിടലാണ്. കേടുന്ന സാധനം നന്നാക്കാൻ ഉപ്പുണ്ടോ ഇടലാണ്. പക്ഷേ ഉപ്പന്നെ കേടുന്ന എന്താ കാട്ടുക? അപ്പോൾ എല്ലാത്തിനെയും നന്നാക്കാനുള്ളത് ആലിമാണ്. ആലിമ് കേടുന്ന എന്താ കാട്ടുക? മൂല്യന്മാർ കേടുന്ന എന്താ ചെയ്യുക? ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ മൂല്യന്മാർ കേടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ സാധാരണക്കാരായിരിക്കും. ഞാൻ അടങ്ങുന്ന വർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ ദുരന്തമാണ് ഇത്. നമ്മൾ പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആലിം കേട് വന്നാൽ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഉപ്പ് കേട് വന്നാൽ എന്തു ചെയ്യും? അതാണ് ഒരു കവി ചോദിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാലം നീ മനസ്സിലാക്കണം. അന്നല്ലായ കബില ആലിമിൽ മുത്തദയ്യൻ, ദീനുള്ള ഒരു ആലിമിനോട് യോജിപ്പ് എന്താണ് അറിയോ? ഒരു ആലിം, ഒരു യഥാർത്ഥ ആലിം എന്താ ചെയ്യുക? അയ്യക്കൂന മത്അമുഹു വമൽബസുഹു മസ്കനുഹു വജമീഉ മാ യതഅല്ലഖു ബിമആശിഹി ഫി ദുനിയാഹു വസതൻ. അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ താമസം, ദുന്യാവിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഏത് സാധനവും ദുന്യാവിലൊക്കെ വസത്തൻ, ഒരു മധ്യനിലയായിരിക്കും. ആലിം, യഥാർത്ഥ ആലിം അങ്ങനെയാണ്. ഒരു വസ്ത്രം ഉണ്ടാവില്ല, ഭക്ഷണം നല്ല ഉണ്ടാവില്ല, നല്ല വാഹനം ഉണ്ടാവില്ല, അവൻ്റെ ഒന്നും അതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പറ്റ താന്നതല്ല, ഭയങ്കര മുന്തിയതുമല്ല, ഒരു മധ്യനിലയിലുള്ള. കാരണം ദുന്യാവ് ജീവിക്കാൻ ആവശ്യമായ ഖദറിൽ. അതായിരിക്കും ഒരു ഉഖ്റവി ആലിമിൻ്റെ രീതി. ലായ്മയിലെ അവനൊരിക്കലും ആഡംബരത്തിലേക്ക് നീങ്ങൂല. അധികം സുഖിക്കുക എന്നുള്ള അവസ്ഥ അവനുണ്ടാവില്ല. ദുന്യാവ് ജീവിക്കണം, ദുന്യാവ് ഹസനത്ത് വേണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്ത് ദ്വാരക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഏറ്റവും മുന്തിയ തന്നെ ആവണം എന്ന് വിചാരിച്ച് നടന്നാൽ എപ്പോഴും ഇങ്ങനെ ആഴ്ച കാറിങ്ങനെ മാസം കാറിങ്ങനെ മാറ്റണം. ഒന്ന് കാണുമ്പോൾ തന്നെ കണ്ട് മാറ്റണം. ഏതോ ഒരു കുപ്പായം കാണുമ്പോൾ തന്നെ അത് കണ്ട് വാങ്ങണം. ഒരു ഡ്രസ്സ്, ഇന്നൊരു പുറത്തിറങ്ങി അത് വാങ്ങി, അടുത്ത ആഴ്ച കണ്ടിട്ട് വേറൊരു പുറത്ത്, അപ്പോൾ അതും കണ്ട് വാങ്ങണം. അത് നമുക്ക് ദീനിൻ്റെ പേര് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റില്ല. അത് ചിന്ത വേറെയാണ്. അത് നമ്മുടെ കൽബ് പലതുമായിട്ട് ബന്ധിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മധ്യമായ നിലയിൽ ഇതൊക്കെ നിൽക്കുക. ഇല്ലം ഇബാലഗ ഫീ വരായിബാൽ, ഇങ്ങനെ തറഫിൽ എന്ത് ചെയ്യുക? ഒരു ആഡംബരത്തിൽ മുബാലഗ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വയംബഗി ലഹു അൻ യഹ്തരിസ മിന ദുഖൂലി അല സലാത്തീൻ, സുൽത്താന്മാരുടെ അടുക്കലേക്ക് ചെന്ന് ചേരലിനെ സൂക്ഷിക്കുക. അതും ആലിമ് ചെയ്യേണ്ടതാണ്. ആലിം ഇങ്ങനെ ഭരണാധികാരികളെ തേടിപ്പോവുക, MLA കാണാനും MP കാണാനും മുഖ്യമന്ത്രിനെ കാണാനും പ്രധാനമന്ത്രിനെ കാണാനും ആലിമിൻ്റെ പണി ഒന്നുമല്ല. അത്യാവശ്യം അനിവാര്യമാണെങ്കിൽ പോകേണ്ടി വരും, വേറെ കാര്യം. പറ്റുമെങ്കിൽ പോലും ഇങ്ങോട്ട് വരണം, അതാ വേണ്ടിയത്. വാർബാബ് ദുന്യാവിൻ്റെ ആൾക്കാരെ കാണാൻ പോവുക. പരമാവധി ഇതൊക്കെ മുടക്കണം. മാംകനഹു ഹദനം, ഫിത്ന പേടിച്ചിട്ട്. കാരണം ഒരിക്കലും ദുന്യാവിൻ്റെ ആളുകളെടുക്കലും ഭരണാധികാരികളെടുക്കലും ഖൈർ കുറവായിരിക്കും. അത് പൊതുവേ അങ്ങനെയാണ്. ഈ ഖൈറിൻ്റെ ആളുകളുടെ അടുക്കലേക്കായിരിക്കണം ആലിമ് പോകേണ്ടത്. ഒരിക്കലും അല്ലാതെ ആലിം ഇങ്ങനെ അത്തരം ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ തെണ്ടി നടക്കല്ല വേണ്ടത്. അപ്പം ഉലമാവുൽ ആഖിറ എപ്പോഴും ഈ നിലക്കായിരിക്കും അവർ നിൽക്കുക. അവരെ ഭക്ഷണവും വസ്ത്രവും താമസവും വീടും പാർപ്പിടവും എല്ലാ സംഗതിയും ഒരു മധ്യമായ നിലക്കായിരിക്കും. അമിതമായ ആഡംബരത്വം വിഷയങ്ങളും അത്തരം കാര്യങ്ങളൊന്നും അവരിലുണ്ടാവില്ല. പരമാവധി ഭരണാധികാരികളും നാട്ടിൽ അത്തരം വലിയ രാഷ്ട്രീയക്കാരും അത്തരം ആളുകളൊക്കെയുള്ള ബന്ധം പൊതുവെ പരമാവധി കുറവായിരിക്കും. ഈ നിബന്ധനകളൊക്കെ പാലിക്കുമ്പോഴാണ് ഉലമാവുൽ ആഖിറയാവുക. നമ്മുടെ പഴയകാല പൂർവിക മഹത്തുക്കളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുക. അത് അവരൊക്കെ ആലിമ്യങ്ങളായിരുന്നു, ഈ വിശേഷണങ്ങളൊക്കെ ഒത്ത ആളുകളായിരുന്നു. പക്ഷേ നമുക്കിടയിൽ ഞാനടക്കമുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ ഒഴിവാക്കിക്കൊണ്ട് പറയല്ല. മൗബരി നഫ്സി, ഇത് ഏറ്റവും വലിയ ദുരന്തമാണ്. ഇത് ദുരന്തമാണെന്ന് മനസ്സിലാക്കാനെങ്കിലും സാധ്യമാവാതിരുന്നാൽ അത് നമ്മുടെ ഏറ്റവും വലിയ അപജയവും കൂടിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത ഫസലാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.